ഹായ്, ഗുഡ് ഈവനിങ്. ഇന്നില്ലേ എൻ്റെ പൂവൻ കോഴിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇതേട്ടോ, എന്തെന്നറിയാം, ഈ 2 ആഴ്ച പിടിച്ചിട്ട് എൻ്റെ പൂവൻ കോഴി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. എൻ്റെ പരിസരത്തൊന്നും കോഴികളും ഇല്ല. പിന്നെ ഇതാണ് ഇതിന് ഞാൻ എന്തെന്നറിയാം ഓമന പേരിട്ടിരിക്കുന്നത്. ഇത് വൈറ്റ് ലഗാണല്ല കേട്ടോ, നാടൻ കോഴിയാണ്. കിച്ചു എന്ന പേരിട്ടിരിക്കുന്നത്. ഭയങ്കര കുറുമ്പാണ്. അങ്ങനെ കൊത്താൻ വരും, അങ്ങനെയാണ്, ഒറ്റയ്ക്കാണ്. പിന്നില്ലേ പിടക്കോഴികളിനെയൊക്കെ അണവെച്ചിരിക്കുകയാണ്. അണവെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് ഭാഷയിൽ പറയും അണവെച്ചു എന്ന് പറയും. എങ്ങനെയെന്നറിയോ, കുഞ്ഞുങ്ങൾ വിരിക്കാൻ വേണ്ടി നമ്മൾ മുട്ട വയ്ക്കില്ലേ, അങ്ങനെ വെച്ചതാണ്. ഇന്ന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഞാൻ താഴത്ത് ഇറക്കിയതാണ് കേട്ടോ. അപ്പോഴാണ് അവനെ ഭയങ്കര സന്തോഷം. പാപം എനിക്കും സങ്കടമായി. എന്താണെന്നറിയോ, ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ, പറയാം, മിണ്ടാതെ നിൽക്കും. പക്ഷെ ദേഷ്യം വന്ന് എന്നെ കൊത്താനൊക്കെ വരും കേട്ടോ. കേട്ടാ എന്തേനേടാ, ഇതാണ് പിടക്കോഴി. പിന്നെ ഇതാട്ടെ എത്ര മുട്ടയുണ്ട്, 5 എണ്ണം ഉണ്ട്. ഞങ്ങളുടെ അവിടെയാണ് ഈ കീരിൻ്റെ ശല്യം ഒരുപാടാണ് കേട്ടോ. ഇങ്ങനെ അടച്ചു വയ്ക്കാം, പോകുമ്പോൾ മാത്രം ഞാൻ തുറക്കൂ. എത്ര വിരിയുന്നു ദൈവത്തിനറിയാം. ആദ്യമായിട്ട് മുട്ട വിരിയിക്കുകയാണത്, ഇല്ലടാ. ഓമന കുട്ടിയാണത്. ഇതും ഓമനയാണ്. എൻ്റെ ഇവിടുത്തെ പൂച്ചയും കോഴിയും എല്ലാം എനിക്ക് ഓമനയാണ്, ഇല്ലടാ പോ. അങ്ങനെ ഇതൊന്നിങ്ങനെ തീറ്റ കൊടുക്കാൻ വെളിയിലിറങ്ങിയപ്പോൾ എവിടെയവൻ പിന്നെ ഭയങ്കര സന്തോഷത്തിലാണിതാ. കുറച്ച് നേരം ഇത് കഴിഞ്ഞാൽ ഇനിയും തനിച്ചാവുകയാണ്. തനിച്ചാകുമ്പോൾ ആ കോഴിക്ക് ഭയങ്കര ദേഷ്യമാണ്. പൊയ്ക്കോ, തുറന്ന് വെക്കട്ടെ ഏട്ടാ, പൊയ്ക്കോ. തീറ്റയും വെള്ളമൊക്കെ കുടിച്ചു. ഇനി ഉള്ളിൽ പോവും. മുട്ടയൊക്കെ വിരിയാനായി കേട്ടാ, വിരിയാനായി കീരികളുടെ ശരിയാണ്. അപ്പം ഇഷ്ടമായാ എൻ്റെ കോഴി, പൂവൻ കോഴി ഇല്ലടാ, പോയത് കേട്ടാ. നമുക്ക് ബൈ പറയാം. ഇഷ്ടമായാ? ഓക്കെ, ബൈ.